അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുൽക്ക് 27 ആയത്ത് വരെ നമ്മൾ ഓതി മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് 28ാമത്തെ ആയത്തൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. അറഅയ്തും, ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയ. ഇൻ ഇവിടെ നൂനിൻ്റെ മുകളിൽ നമ്മൾ സുക്കൂന് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് നൂനിൻ്റെ ശബ്ദം തന്നെ കൊടുക്കണം കേട്ടോ. ഇൻ എന്ന് തന്നെ വ്യക്തമായിട്ട് ഓതണേ. ഇൻ അഹ്ലകനിയല്ലാഹു, അഹ്ലകനിയ. ഇത് നൂനും യാഉം അല്ലേ, ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. അതിൽ നൂനുണ്ട്, യാ ഉണ്ട്. നിയ അല്ലേ, ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് നൂൻ ഇട്ടിട്ടുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ചോദ. അഹ്ലകനിയല്ലാഹു വമൻ മഅയ. ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ല അല്ലേ. ഇവിടെ സുക്കൂൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇൻ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ സുക്കൂൻ ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ ഓതുക? നൂനിന് ശേഷം മീമാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യണം? നൂനിനെ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ചോദണം. ഓക്കെ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഔ റഹിമന ഫമൻ യുജീറു. ഇവിടെയും ആ ഒരു നിയമം തന്നെയാണ് വരുന്നത്. നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല, നൂനിന് ശേഷം യാ വന്നു. അപ്പോൾ അവിടെ ഒരു ശൈലി തന്നെ മാറിപ്പോയി അല്ലേ. ഫമൻ എന്ന് ശബ്ദം വരില്ല. ഫമൻ യുജീറു മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. യുജീറുൽ കാഫിരീന. യുജീറുൽ റോയിൽ നിന്നും നേരെ എങ്ങോട്ടേക്ക് വന്നു? ലാമിലേക്ക് വന്നു അല്ലേ. റോ എന്ന് നേരെ നമ്മൾ ലാമിലേക്കാണ് വന്നത്. ഓക്കെ, അപ്പോൾ കാരണം എന്താ? ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ല. യുജീറു കാഫിരീന എന്ന് ഓതരുത് കേട്ടോ. യുജീറുൽ. ഓക്കെ, യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഇവിടെ നോക്കൂ, മിൻ നൂനിൻ്റെ മുകളിൽ ശരിക്കും കറക്റ്റ് സുക്കൂന് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളവിടെ മിൻ എന്ന് തന്നെ ഓതണം. അദാബിൻ ഇവിടെ നോക്കൂ, അദാബിൻ രണ്ട് കെസ്ര ഒരുമിച്ച് ഒറ്റൊരുതിയിൽ അല്ലേ, സെപ്പറേറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, രണ്ടും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ബിൻ എന്നാണ് നമ്മളവിടെ ഓതേണ്ടിയത്. നൂനിൻ്റെ ശബ്ദം അവിടെ വരണം. അദാബിൻ ഓക്കെ. അദാബിൻ അലീം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നീട്ടി വഖഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് 29ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം കേട്ടോ. ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ فستعلمون من هو في ضلال مبين. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തജ്വീദ് നിയമങ്ങളൊന്ന് നോക്കാം. ഖുൽ ഹുവർ റഹ്മാനു. റോയിന് ശ്രദ്ധയുണ്ട്, ഒന്ന് എന്ത് ചെയ്യണം? കനപ്പിച്ച് ഓതി കൊടുക്കണം കേട്ടോ. റഹ്മാനു. റഹ്മാനു എന്ന് ഓതരുത് കേട്ടോ. ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. റഹ്മാനു ആമന്ന. ഇവിടെ നോക്കൂ, ഹംസേനെ നീട്ടാനായിട്ട് അലിഫ് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ
സാധാരണ പിന്നെ ഈ ഹംസേനെ നീട്ടാനായിട്ട് അലിഫ് മദ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്ന് തന്നെയാണ് 2 ഹറക്കത്ത് നീട്ടിക്കൊണ്ടാണ് ഇവിടെ ഓതേണ്ടത് കേട്ടോ. ആമന്ന ആമന്ന ഈ നൂനിനെ മണിക്കുന്നതോട് കൂടെ തന്നെ 2 ഹറക്കത്ത് നീട്ടുകയും വേണം കേട്ടോ. 2 അനക്കം നീട്ടുകയും കൂടെ വേണം. ആമന്ന ആമന്ന ബിഹി ബിഹി നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കാനാണ് ഈ ഒരു ചിഹ്നം ഇടുന്നത്. ബിഹി ബിഹി വഅലൈഹി തവക്കൽന വഅലൈഹി തവക്കൽന നമ്മൾ ഇവിടെ നീട്ടാനുള്ള നമ്മുടെ സ്വല ഉണ്ട്. നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ നമ്മൾ ഓതുന്നത്? വഅലൈഹി തവക്കൽന ഫസതഅലമൂന. ഓക്കെ, സാധാരണ ഓതിപ്പോകുന്നത് പോലെ ഓതിപ്പോവുക. ഓക്കെ, ഫസതഅലമൂന മൻ ഹുവ ഫസതഅലമൂന ഫസതഅലമൂന എന്ന് ഓതരുത് കേട്ടോ. കാരണം അവിടെ ഐനിന് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ, ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കരുത് കേട്ടോ. ഫസതഅലമൂന ഫസതഅലമൂന എന്ന് ഓതരുത്. അപ്പം അതിൻ്റെ മീനിങ് തന്നെ മാറിപ്പോവും. ഓക്കെ, ഫസതഅലമൂന ഫസതഅലമൂന ഇവിടെ വാവ് 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ളാദ് ളാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് ളാദ്. ള ള സാദ് ളാദ് ത ള ഇതൊക്കെ ഉയർത്തി പറയേണ്ട ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ള ള ളല ലാമിൻ്റെ ഉള്ളിൽ നോക്കൂ, ഒരു കുഞ്ഞ് അലിഫ് ഉണ്ട് അല്ലേ? അവിടെ എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത് നീട്ടുക, അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക. ളലാലിൻ മുബീൻ. ഇവിടെ ളലാലിൻ എന്ന് പറയൂല അല്ലേ? നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ? എങ്ങനെ ഓതും? ളലാലിൻ. അവിടെ നമ്മൾ മണിച്ചു കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? മീമാണ് വരുന്നതെങ്കിലോ, ഈ തൻവീനിന് ശേഷം മീമാണ് വരുന്നതെങ്കിൽ കൂട്ടിച്ചേർത്ത് മണിച്ചോദണം അല്ലേ? ളലാലിൻ മുബീൻ. ഓക്കെ, ളലാലിൻ മുബീൻ. ഓക്കെ, ഇവിടെ നമ്മൾ നീട്ടി സുക്കൂന് കൊടുത്ത് നീട്ടി നിർത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ മുൽക്ക് 30-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. നമ്മുടെ സൂറത്തുൽ മുൽക്ക് ഇന്ന് കഴിയാണ്. ഓക്കെ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഇനി നമുക്ക് ഇതിന്റെ തജ്വീദ് നിയമങ്ങളും കൂടെ ഒന്ന് പറയാം ട്ടോ. ഖുൽ അറഅയ്തും, ഖുൽ അറഅയ്തും ആയി പോവരുത് കേട്ടോ. നമ്മൾ സാധാരണ അറഅയ്തും അറിയാതെ അറഅയ്തായി പോവും അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. റോയിനെ ഹെവിയാക്കിക്കൊണ്ട് തന്നെ പറയണം കേട്ടോ. അറഅയ്തും അറഅയ്തും ഇൻ അസ്ബഹ. ഇൻ നൂനിൻ്റെ മുകളിൽ സുക്കൂന് കണ്ടു, നമ്മളവിടെ നൂനിനെ വെളിവാക്കി വളരെ വ്യക്തമാക്കി ഓതണം കേട്ടോ. ഇൻ അസ്ബഹ. അസ് ഇവിടെ നോക്കൂ, സ്വാദിൻ്റെ മുകളിൽ സുക്കൂനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അസുബഹ എന്ന് ഓതുന്നില്ല, ഹാഫ് സുക്കൂനെ അവിടെ കൊടുക്കാൻ പാടുള്ളൂ. അസ്ബഹ അസ്ബഹ. ഓക്കെ, അസ്ബഹ. ഇൻ അസ്ബഹ. മാഉകും മാഉ. ഇവിടെ നോക്കൂ, മദ് വന്നു, മദ്ദിൻ്റെ കൂടെ അതേ പദത്തിൽ തന്നെ ആര് വന്നു? ഹംസയും വന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 4 or 5 ഹറക്കത്തിൻ്റെ ടൈം നമ്മളവിടെ നീട്ടി ഓതണം. മാഉകും മാഉകും അല്ലേ? ഇങ്ങനെ 4 or 5 ഹറക്കത്തിൻ്റെ ടൈം നമ്മളവിടെ നീട്ടിക്കൊടുക്കണം കേട്ടോ.
ഗൗറൻ ഗൗറൻ ഗൈന്. ഓക്കെ, തൊണ്ടയുടെ മുകളിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഗൈന്. ഗൗറൻ ഗൗറൻ എന്ന് ഓതൂല കേട്ടോ. സെപ്പറേറ്റ് അല്ലേ വന്നിട്ടുള്ളത്, വേറെ വേറെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഔറൻ എന്നുള്ള റൻ നൂനിൻ്റെ ശബ്ദം അവിടെ വരില്ല കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ മണിക്കലാണ് കേട്ടോ, മറച്ച് മണിക്കലാണ്, ഇഖ്ഫ ആണ്. അപ്പോൾ ഗൗറൻ ഗൗറൻ ഫമൻ യഅതീകും ഫമൻ യഅതീകും. ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല, നൂനിന് ശേഷം യ വന്നു. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടിച്ചേർത്ത് മണിച്ചു പോകണം അല്ലേ. ഇവിടെ കൂട്ടിച്ചേർത്ത് മണിച്ചു പോകണം. ഫമൻ യഅതീകും യഅതീകും. ഇവിടെ പിന്നെ യഅതീകും പലരും അറിയാതെ ഓതുമ്പോൾ യഅതീകും ആയി പോട്ട, അത് ശ്രദ്ധിക്കണേ. ഹാഫ് സുക്കൂനെ നമ്മൾ അവിടെ കൊടുക്കുന്നുള്ളൂ. യ യ യ യ ഓക്കെ. യഅതീകും യഅതീകും. ഓക്കെ. യഅതീകും ബിമാഇൻ മഈൻ. ബിമാഇൻ. ഇവിടെ നോക്കൂ, ഒറ്റ പദത്തിൽ മദ്ദിൻ്റെ കൂടെ അതേ പദത്തിൽ ഹംസ വന്നു അല്ലേ. അപ്പം നമ്മൾ മുകളിൽ ഇതാ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഓതേണ്ടിയത്, താഴെയും ഓതേണ്ടിയത്. 4 or 5 ഹറക്കത്ത് നമ്മൾ നീട്ടി ഓതി കൊടുക്കണം. ബിമാഇ ബിമാഇ. ഓക്കെ. ബിമാഇൻ മഈൻ. തെൻവീനിന് ശേഷം മീമു വന്നാൽ നമ്മൾ പറഞ്ഞതാണല്ലേ, പല ആയത്തുകളിലും നമ്മൾ പറഞ്ഞു, തെൻവീനിന് ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യണം, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ഇവിടെയും മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ഇതൊക്കെ ഇവിടെയൊക്കെ വരുന്നത് ഒരേപോലെയാണ്. അപ്പോൾ ബിമാഇൻ മഈൻ മഈൻ. ഓക്കെ. എന്ത് ചെയ്യുക, നീട്ടി ഓതി വഖഫ് ചെയ്യുക. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഓതാൻ കഴിയട്ടെ. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഇനി അങ്ങോട്ട് നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഓതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.